നമസ്കാരം. എല്ലാ കുംഭം രാശിക്കാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അവിട്ടം, ചതയം, പൂരുരുട്ടാതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ, അതായത് ജന്മരാശി കുംഭമായ പ്രിയപ്പെട്ടവരെ, 2026 മെയ് മാസം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും? ഗ്രഹങ്ങളുടെ സഞ്ചാരപഥം പരിശോധിക്കുമ്പോൾ മെയ് മാസത്തിൽ കുംഭം രാശിക്കാർക്ക് ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ അനുഭവപ്പെടാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഗ്രഹനില നമുക്ക് ഒന്ന് പരിശോധിക്കാം. നിലവിൽ രാഹു നിങ്ങളുടെ ജന്മരാശിയിൽ അഥവാ 1-ാം ഭാവത്തിൽ നിൽക്കുന്നു. 2-ാം ഭാവത്തിൽ ശനിയും ചൊവ്വയും, 3-ാം ഭാവത്തിൽ സൂര്യനും ബുധനും, 4-ാം ഭാവത്തിൽ ശുക്രനും, 5-ാം ഭാവത്തിൽ വ്യാഴവും, 7-ാം ഭാവത്തിൽ കേതുവും സ്ഥിതി ചെയ്യുന്നു. ഈ ഒരു ഗ്രഹനില വെച്ച് നമുക്ക് ഓരോ മേഖലയും വിശദമായി പരിശോധിക്കാം. ആദ്യമായി ആരോഗ്യത്തെക്കുറിച്ച് പറയാം. 1-ാം ഭാവം എന്നത് നമ്മുടെ വ്യക്തിത്വത്തെയും ആരോഗ്യത്തെയും പ്രതിനിധാനം ചെയ്യുന്നു. ജന്മരാശിയിൽ നിൽക്കുന്ന രാഹു നിങ്ങളുടെ ബുദ്ധിശക്തിയെയും ചിന്താശേഷിയെയും വല്ലാതെ വർദ്ധിപ്പിക്കും. നിങ്ങൾ കാര്യങ്ങളെ വേഗത്തിൽ ഗ്രഹിക്കുന്നവരും തന്ത്രപരമായി ചിന്തിക്കുന്നവരായി മാറും. എന്നാൽ ശനി 2-ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ കാര്യങ്ങൾ പതുക്കെ നടക്കാനുള്ള ഒരു പ്രവണതയുണ്ട്. രാഹുവിന്റെ വേഗതയും ശനിയുടെ തടസ്സങ്ങളും ഒരേ സമയം അനുഭവപ്പെടുന്നത് ചെറിയ രീതിയിലുള്ള മാനസിക നിരാശകൾക്ക് കാരണമായേക്കാം. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഒന്നും കാണുന്നില്ല എന്നത് വലിയൊരു ആശ്വാസമാണ്. എങ്കിലും മെയ് 15-ന് മുൻപുള്ള കാലയളവിൽ ചർമ്മ സംബന്ധമായ അണുബാധകൾ വരാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ ചർമ്മ സംരക്ഷണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. പുറത്തുനിന്നുള്ള ഭക്ഷണം പരമാവധി ഒഴിവാക്കി ലളിതമായ ആഹാരരീതി പിന്തുടരുന്നതാണ് ഈ മാസം ഏറ്റവും ഉചിതം. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ കുംഭം രാശിക്കാർക്ക് മെയ് മാസം വളരെ അനുകൂലമാണ്. അറിവിന്റെ ഗ്രഹമായ വ്യാഴം 5-ാം ഭാവത്തിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് വലിയ ഗുണമാണ്. കാര്യങ്ങൾ പെട്ടെന്ന് പഠിച്ചെടുക്കാനും ഏകാഗ്രതയോടെ പ്രവർത്തിക്കാനും ഈ ഗ്രഹനില നിങ്ങളെ സഹായിക്കും. ബുധനും ചൊവ്വയും നൽകുന്ന മാനസിക ഊർജം വലിയ സിലബസുകൾ പോലും വളരെ കുറഞ്ഞ സമയം കൊണ്ട് പഠിച്ചു തീർക്കാൻ നിങ്ങൾക്ക് കരുത്ത് നൽകും. പക്ഷേ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, രാഹുവിന്റെയും ചൊവ്വയുടെയും സ്വാധീനം നിങ്ങളിൽ അമിതമായ ആത്മവിശ്വാസം നിറയ്ക്കാൻ സാധ്യതയുണ്ട്. ഞാൻ മറ്റുള്ളവരെക്കാൾ മിടുക്കനാണ് എന്നൊരു അഹങ്കാരം വരാതെ നോക്കണം. വിനയത്തോടെ കാര്യങ്ങൾ പഠിക്കുകയാണ് എങ്കിൽ വിദ്യാഭ്യാസപരമായി നിങ്ങൾ വലിയ ഉയരങ്ങളിൽ എത്തും. പുതിയ കോഴ്സുകളിലേക്കോ മികച്ച ട്യൂഷനുകളിലേക്കോ മാറാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒട്ടും മടിക്കാതെ അത് ചെയ്തുകൊള്ളൂ. വിവാഹത്തിന്റെയും പങ്കാളിയുടെയും കാര്യത്തിൽ 7-ാം ഭാവത്തിലെ കേതുവിന്റെ സാന്നിധ്യം ശ്രദ്ധിക്കണം. കേതു ഒരു അകൽച്ചയുടെ ഗ്രഹമാണ്. അതിനാൽ പങ്കാളിയോട് ഒരുതരം മടുപ്പോ താല്പര്യക്കുറവോ തോന്നാൻ സാധ്യതയുണ്ട്. അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ കുറ്റങ്ങൾ കണ്ടെത്താനുള്ള ഒരു പ്രവണത നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകാം. കേതുവിന്റെ ഈ സാന്നിധ്യം നിങ്ങളെ കുറച്ചധികം വിമർശനാത്മകമായി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കും. നിങ്ങളുടെ പങ്കാളി നിങ്ങൾക്കായി എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും അല്ലെങ്കിൽ എത്ര കഷ്ടപ്പെട്ട് കാര്യങ്ങൾ ഭംഗിയാക്കിയാലും അതിലൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ കുറവ് കണ്ടെത്താൻ നിങ്ങളുടെ മനസ്സ് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അവരുടെ ഔദ്യോഗിക തിരക്കുകൾ കൊണ്ടാണ് അവർക്ക് ചിലപ്പോൾ നിങ്ങളോട് സമയം ചെലവഴിക്കാൻ കഴിയാത്തത്. അത് അവഗണനയായി കാണരുത്. 2026 ഡിസംബർ വരെ ഈ അവസ്ഥ തുടരാൻ സാധ്യതയുള്ളതിനാൽ ദാമ്പത്യത്തിൽ കൂടുതൽ ക്ഷമ കാണിക്കാൻ ശ്രദ്ധിക്കുക. പരസ്പരം സംസാരിക്കാൻ കൂടുതൽ സമയം കണ്ടെത്തുന്നത് ഈ അകൽച്ച ഇല്ലാതാക്കാൻ സഹായിക്കും. ഭാഗ്യത്തിന്റെ അധിപനായ ശുക്രൻ 4-ാം ഭാവത്തിൽ നിൽക്കുന്നത് മെയ് മാസത്തിലെ വലിയൊരു അനുഗ്രഹമാണ്. മെയ് 14-ന് മുൻപുള്ള സമയം നിങ്ങൾക്ക് വളരെ സവിശേഷമാണ്. ഈ സമയം മാലവ്യ രാജയോഗം നിങ്ങളുടെ ജാതകത്തിൽ തെളിയുന്നു. അതിനാൽ സ്വർണം വാങ്ങാനോ ഭൂമിയിലോ വീടിലോ നിക്ഷേപിക്കാനോ പുതിയ വാഹനം വാങ്ങാനോ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം ഏറ്റവും ഉചിതമാണ്. ഇത്തരം നിക്ഷേപങ്ങൾ ഭാവിയിൽ നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ നൽകും. ജോലിസ്ഥലത്ത് മെയ് 11 വരെ ചെറിയ ശ്രദ്ധ വേണം. ചൊവ്വ മേടം രാശിയിലേക്ക് മാറുന്നതിന് മുൻപ് സഹപ്രവർത്തകരുമായോ മേലുദ്യോഗസ്ഥരുമായോ തർക്കങ്ങളിൽ ഏർപ്പെടരുത്.
മെയ് 11 ശേഷം കാര്യങ്ങൾ വളരെ അനുകൂലമാകും. കരിയറിൽ നല്ല വാർത്തകളും പുതിയ അവസരങ്ങളും നിങ്ങളെ തേടിയെത്തും. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അനുയോജ്യമായ അവസരങ്ങൾ ലഭിക്കും. നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും ജോലിയിൽ കൂടുതൽ പ്രയത്നിക്കാനുള്ള ഊർജം ലഭിക്കുകയും ചെയ്യും. ബിസിനസ് ചെയ്യുന്നവർക്കും മെയ് പകുതിക്ക് ശേഷം വലിയ മുന്നേറ്റങ്ങൾ കാണുന്നുണ്ട്. പുതിയ കരാറുകളിൽ ഏർപ്പെടാൻ പറ്റിയ സമയമാണിത്. ഇനി ഗ്രഹദോഷങ്ങൾ പരിഹരിക്കാൻ എന്തൊക്കെ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. മുടങ്ങിക്കിടന്ന പണം തിരികെ ലഭിക്കാനും പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു കിട്ടാനും ഈ കാലയളവ് സഹായിക്കും. നിങ്ങളുടെ ഗ്രഹനിലയിലുള്ള ദോഷങ്ങൾ അകറ്റാനും വരാനിരിക്കുന്ന നല്ല മാറ്റങ്ങളെ പൂർണ്ണമായി പ്രയോജനപ്പെടുത്താനും ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിലവിൽ 7.5 ശനിയുടെ കാലഘട്ടമായതുകൊണ്ട് ശനിദേവനെ പ്രീതിപ്പെടുത്തുക എന്നത് വളരെ പ്രധാനമാണ്. ദിവസവും 108 തവണ ശനീശ്വര സ്തോത്രം ജപിക്കുന്നത് തടസ്സങ്ങൾ മാറി മനസ്സിന് ശാന്തി ലഭിക്കാൻ സഹായിക്കും. വൈകുന്നേരങ്ങളിൽ ഈ മന്ത്രം ജപിക്കുന്നത് വളരെ ഫലപ്രദമാണ്. അതോടൊപ്പം ബുധന്റെ അനുഗ്രഹത്തിനായി ബുധസ്തോത്രം കൂടി ജപിക്കുന്നത് പഠനത്തിലും സംസാരത്തിലും വ്യക്തത കൈവരിക്കാൻ നിങ്ങളെ സഹായിക്കും. ഈ മാസത്തെ ഗ്രഹനിലകൾ നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ ഈ ചെറിയ പരിഹാരങ്ങൾ ശീലമാക്കുക. കുംഭം രാശിക്കാർക്ക് ഈ മെയ് മാസം നന്മകൾ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കാര്യം എപ്പോഴും ഓർക്കുക, ഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ വഴികാട്ടികളാണ്. എന്നാൽ ആ വഴിയിലൂടെ നടക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങളുടെ കർമ്മമാണ് നിങ്ങളുടെ വിധി നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് ഗ്രഹനില നൽകുന്ന സൂചനകൾ ഉൾക്കൊണ്ട് പോസിറ്റീവായി മുന്നോട്ട് പോവുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്യുക. കൂടുതൽ ജ്യോതിഷ വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.